തിരുവനന്തപുരം വഴുതക്കാടുണ്ടായ വാഹനാപകടത്തിൽ നടൻ മണിയൻപിള്ള രാജുവിനെ അറസ്റ്റ് രേഖപ്പെടുത്തി സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു. നടൻ ഓടിച്ച കാർ ഇടിച്ച് ബൈക്ക് യാത്രികരായ 2 പേർക്കാണ് ഗുരുതരമായി പരുക്കേറ്റത്. വാഹനം നിർത്താതെ പോയത് തെറ്റായിപ്പോയെന്നും ഉടൻ പോലീസിനെ അറിയിച്ചിരുന്നുവെന്നും മണിയൻപിള്ള രാജു പറഞ്ഞു. അപകടമുണ്ടായി 12 മണിക്കൂറിന് ശേഷമാണ് പോലീസ് നടനെ വൈദ്യപരിശോധനയ്ക്ക് എത്തിച്ചത്. വഴുതക്കാട് ട്രിവാൻഡ്രം ക്ലബ്ബിൽ നിന്നിറങ്ങിയ മണിയൻപിള്ള രാജു ഓടിച്ച കാറിടിച്ചാണ് യുവാക്കൾക്ക് പരിക്കേറ്റത്. ഇന്നലെ രാത്രി 10-നാണ് അപകടം. സൂരജും നിവേദ് കൃഷ്ണയും സഞ്ചരിച്ച റോയൽ എൻഫീൽഡ് മണിയൻപിള്ള ഓടിച്ച വോൾവോ കാറിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ യുവാക്കൾ തെറിച്ചു വീണെങ്കിലും കാർ നിർത്താതെ പോവുകയായിരുന്നു. ഇന്ന് രാവിലെ 10-ന് മ്യൂസിയം സ്റ്റേഷനിൽ മണിയൻപിള്ള എത്തുന്നതുവരെ അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുക്കാൻ പോലീസ് തയ്യാറായില്ല. രാത്രി തന്നെ മ്യൂസിയം പോലീസിനെ വിവരമറിയിച്ചിരുന്നെന്ന് മണിയൻപിള്ള രാജു പറഞ്ഞു. നിർത്താതെ അപ്പുറത്തെ ഒരു സിറ്റുവേഷനിൽ എനിക്കൊന്നും സുഖമില്ല, ഞാൻ പാനിക്കായിപ്പോയി. ഞാൻ ഇടിച്ചിട്ട് അങ്ങനെ നിർത്താതെ പോകുന്നതല്ല, എൻ്റെ വണ്ടിയിൽ വന്ന് ഇടിക്കുകയായിരുന്നു. സ്പീഡിൽ വന്നിട്ട് ഞാൻ ട്രിവാൻഡ്രം ക്ലബിൻ്റെ മുമ്പിൽ നിന്ന് ക്രോസ് ചെയ്യാൻ പതുക്കെയല്ലേ പറ്റുള്ളൂ. അത് നിങ്ങൾക്ക് CCTV-യിൽ കാണാം. ഞാൻ ക്രോസ് ചെയ്ത് ഒരു എന്തോ ശബ്ദം കേട്ട് ഇവർ താഴെ വീഴുന്നുണ്ടപ്പോൾ ആക്സിഡൻ്റ് മനസ്സിലായി. അപ്പോൾ തന്നെ ഞാൻ പെർപ്ലസിലായി. ഉടനെ തന്നെ ഞാൻ സുബ്രഹ്മണ്യ ഹാളിൽ നിന്ന് ഫ്രണ്ട്സിനെ വിളിച്ച് പറഞ്ഞു ഒരു ആക്സിഡൻറ്റ് നടന്നിട്ടോ പെട്ടെന്ന് ആംബുലൻസ് എന്തെങ്കിലും അറിഞ്ഞു, എനിക്ക് ഇറങ്ങാൻ വയ്യാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പോയി സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞു രാവിലെ എത്തിക്കോളാന്ന് പറഞ്ഞു. വയ്യാത്ത ആളാണ്. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ 24-ന് ലഭിച്ചു. അമിത വേഗത്തിലെത്തിയ ബൈക്ക് കാറിലിടിക്കുന്നതും അപകടശേഷം കാർ നിർത്താതെ പോകുന്നതും CCTV ദൃശ്യങ്ങളിൽ കാണാം. രണ്ടുപേരും തെറിച്ച് 2 വശത്തേക്ക് വീണുവെന്നും അപകടമുണ്ടായ ശേഷം വാഹനം നിർത്താതെ പോയെന്നും പരിക്കേറ്റ നിവേദ് കൃഷ്ണൻ പറഞ്ഞു. കവടിയായിരുന്നു വഴുതക്കാട് വഴിയാണ് വന്നത്. അപ്പോൾ അവിടെ ട്രിവാൻഡ്രം ക്ലബ്ബിൽ നിന്നൊരു കാറ് ഒരു ഹെഡ്ലൈറ്റ് നമ്മൾ കണ്ടു. അപ്പോൾ നമ്മൾ ആദ്യമേ ഹോണടിച്ച് കയറി അടുത്തെത്താനായപ്പോൾ ഈ കാറ് പെട്ടെന്ന് നമ്മൾ ഇടിച്ച് ഞാനും എൻ്റെ കൂടെയുള്ള പേരും ദൂരെ തെറിച്ച് വീണ. ഇടിച്ചിട്ട് ഈ കാർ കുറച്ച് ദൂരം നമ്മുടെ ബൈക്ക് നിരക്കി കൊന്നു. രാജു മദ്യപിച്ചാണോ വാഹനം ഓടിച്ചിരുന്നെന്ന് അറിയാനുള്ള പരിശോധന നടക്കുമ്പോൾ 12 മണിക്കൂർ കഴിഞ്ഞിരുന്നു. രാജു സഞ്ചരിച്ച കാർ പിന്നീട് പോലീസ് കസ്റ്റഡിയിലെടുത്തു. 24 തിരുവനന്തപുരം. കാർ നിർത്തിയ സമയത്താണ് ബൈക്ക് വന്നിടിച്ചതെന്ന് മണിയൻപിള്ള രാജു 24-നോട്. ബൈക്ക് യാത്രികർ അമിത വേഗത്തിലായിരുന്നു. 2 വശവും നോക്കിയിട്ടാണ് കാർ മുന്നോട്ടെടുത്തത്. പേടിയായതുകൊണ്ടാണ് കാർ നിർത്താതിരുന്നത്. സുഹൃത്തുക്കളോട് ആംബുലൻസ് അറേഞ്ച് ചെയ്യാൻ പറഞ്ഞിരുന്നുവെന്നും മണിയൻപിള്ള രാജു 24-നോട് പറഞ്ഞു. ഞാൻ റോഡ് ക്രോസ് ചെയ്യുന്നതൊക്കെ വളരെ സൂക്ഷിച്ചാണ്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ നിർത്തിയിരിക്കുന്ന സമയത്താണ് വന്ന് ഇടിച്ചത്. അവർ ഓവർ സ്പീഡായിരുന്നു. ഭാഗ്യം കുട്ടികൾക്കൊന്നും വലുതായിട്ടൊന്നും പറ്റിയില്ല. ആ വഴിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ലൈറ്റ് അടിച്ച് കാണിച്ച് 2 സൈഡ് നോക്കിയിട്ട് പിന്നെയും വരുന്നുണ്ട്. എന്നിട്ട് എനിക്ക് അപ്പുറത്തെ റോഡ് ക്രോസ് ചെയ്യണം. അവിടെ നിന്ന് വല്ല വണ്ടിയും വരുന്നുണ്ടോയെന്ന് പറഞ്ഞ് ഞാൻ നിർത്തിയിരിക്കുന്ന സമയത്താണ് എവിടെ നിന്നൊന്നും അറിയില്ല. ഞാൻ വരുമ്പോൾ ഈ റോഡ് ക്ലിയർ, ഈ വണ്ടി ഒന്ന് ഇടിച്ച് അങ്ങ് മറിയുക. എനിക്ക് പേടിയായിരുന്നു, എന്നെ കൊണ്ട് ഇറങ്ങാൻ പറ്റില്ല. എനിക്ക് ചിക്കൻ കുനിയ വന്നിട്ട് ഞാൻ കയ്യും കാലും അനക്കത്തില്ല. ആ സമയത്ത് ഞാൻ എൻ്റെ ക്ലബ്ബിലുള്ള ഫ്രണ്ട്സിൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞു. അവർ എന്നെ ആംബുലൻസ് അറേഞ്ച് ചെയ്തു. ഞാൻ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു, എനിക്ക് വരാൻ പറ്റില്ല, രാവിലെ വന്നാൽ മതി. തുടർച്ചയായ 5-ാം ദിനവും ബഹളത്തിൽ മുങ്ങി പാർലമെന്റ്. ആ വാർത്തയിലേക്കാണ് ഇനി. ലോക്സഭയിൽ നന്ദിപ്രമേയ ചർച്ച പ്രധാനമന്ത്രിയുടെ മറുപടി ഇല്ലാതെ പാസാക്കിയതിലും രാഹുൽ ഗാന്ധിക്ക് സംസാരിക്കാൻ അവസരം നിഷേധിച്ചതിലും നടുത്തളത്തിലിറങ്ങി പ്രതിപക്ഷം പ്രതിഷേധിച്ചു. ബഹളത്തെ തുടർന്ന് 2 തവണ തടസ്സപ്പെട്ട ലോക്സഭ തിങ്കളാഴ്ച വരെ പിരിഞ്ഞു. പാർലമെന്റ് കവാടത്തിൽ ഇന്ത്യ-US വ്യാപാര കരാറിനെതിരെ പ്രധാനമന്ത്രിയുടെയും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെയും ചിത്രമുള്ള ബാനറുകളുമായി സസ്പെൻഡ് ചെയ്യപ്പെട്ട MP-മാർ പ്രതിഷേധിച്ചു. MP-മാരായ ഡീൻ കുര്യാക്കോസ്, ഹൈബി ഈഡൻ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. സിൽവർ ലൈൻ പദ്ധതിയിൽ പന്ത് സംസ്ഥാന സർക്കാരിന്റെ കോർട്ടിലെന്ന് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. ഭൂമി ഏറ്റെടുക്കൽ നടപടികളുമായി സംസ്ഥാന സർക്കാരിന് മുന്നോട്ടു പോകാം. അങ്കമാലി ശബരി പാതയ്ക്കായി നിരവധി തവണ ആവശ്യപ്പെട്ട ശേഷമാണ് സംസ്ഥാനം ഭൂമി ഏറ്റെടുക്കൽ നടപടി ആരംഭിച്ചതെന്നും തെരഞ്ഞെടുപ്പ് അടുത്തതുകൊണ്ടാകാം ഇപ്പോൾ ഭൂമി ഏറ്റെടുക്കാൻ ആരംഭിച്ചതെന്നും മന്ത്രി പറഞ്ഞു. രാജ്യസഭയിൽ ജോൺ ബ്രിട്ടാസ് MP-യുടെ ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. Especially Dr. Sridharan, who is so well versed with railways, who understands the technology, who understands engineering, if he is opening an office to support any initiative for development of railways, we strongly welcome it. I am saying we welcome every such initiative by Dr. Sridharan. Very clearly I am saying the ball is in the court of the state government. Let the state government start the land acquisition. പ്രധാനപ്പെട്ട അടുത്ത വാർത്തയിലേക്ക്. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന് മരണാനന്തര ബഹുമതിയായി ലഭിച്ച പത്മവിഭൂഷൺ സ്വീകരിക്കില്ല. CPIM നേതൃത്വവും VSന്റെ കുടുംബവും ഇക്കാര്യത്തിൽ ധാരണയിലെത്തി. പത്മ പുരസ്കാരങ്ങൾ നിരസിക്കുന്ന പാർട്ടി കീഴ്വഴക്കം ഉയർത്തിപ്പിടിച്ചാണ് തീരുമാനം.
റിപ്പബ്ലിക് ദിനത്തിന്റെ തലേന്നാണ് കേരളം കണ്ട ഏറ്റവും ജനകീയരായ കമ്മ്യൂണിസ്റ്റ് നേതാക്കളിൽ ഒരാളായ VS അച്യുതാനന്ദനെ പത്മവിഭൂഷൺ പുരസ്കാരം നൽകി ആദരിക്കുന്ന വിവരം പ്രഖ്യാപിച്ചത്. പുരസ്കാരത്തെ VSന്റെ കുടുംബം ആദ്യം സ്വാഗതം ചെയ്തിരുന്നു. ഇപ്പോൾ പാർട്ടി നിലപാട് അതല്ലെന്ന് മനസ്സിലാക്കിയാണ് പത്മവിഭൂഷൺ സ്വീകരിക്കേണ്ടതില്ലെന്ന് തീരുമാനിച്ചത്. പുരസ്കാരം സ്വീകരിക്കുന്നതിൽ പാർട്ടി തീരുമാനത്തിനൊപ്പം നിൽക്കുമെന്ന് VSന്റെ മകൻ ഇന്നലെ പ്രതികരിച്ചിരുന്നു. CPM ജനറൽ സെക്രട്ടറി MA ബേബിയുമായി സംസാരിച്ച ശേഷമായിരുന്നു പ്രതികരണം. ജനങ്ങൾക്ക് വേണ്ടി നടത്തിയ രാഷ്ട്രീയ പ്രവർത്തനത്തെ അംഗീകാരമായി കണ്ട് പുരസ്കാരം സ്വീകരിക്കില്ല എന്നതാണ് CPM ലൈനെന്ന് നേതൃത്വം കുടുംബത്തെ അറിയിച്ചു. കുടുംബവും ഈ നിലപാട് അംഗീകരിക്കുകയായിരുന്നു. നേരത്തെ ജ്യോതി ബസുവിനും ഹർകിഷൻ സിംഗ് സുർജിത്തിനും ബുദ്ധദേവ് ഭട്ടാചാര്യയ്ക്കും പുരസ്കാരം ലഭിച്ചപ്പോഴും സ്വീകരിച്ചിരുന്നില്ല. VS ജീവിച്ചിരുന്നെങ്കിൽ അദ്ദേഹവും ഈ നിലപാട് തന്നെ സ്വീകരിക്കുമായിരുന്നുവെന്നും പാർട്ടി നേതൃത്വം ചൂണ്ടിക്കാട്ടുന്നു. പുരസ്കാരം തീരുമാനിച്ചവരും അറിയിച്ചപ്പോൾ നിലപാട് പറയാതിരുന്നത് എന്തുകൊണ്ടാണെന്ന ചോദ്യമുയർത്തി BJP നേതാക്കൾ പുതിയ തീരുമാനത്തെ വിമർശിക്കുന്നുണ്ട്. 24 തിരുവനന്തപുരം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ജാമ്യത്തിലിറങ്ങിയ ഉണ്ണികൃഷ്ണൻ പോറ്റിയും B മുരാരി ബാബുവും SITക്ക് മുന്നിൽ ഹാജരായി. സാമ്പത്തിക ഇടപാടുകൾ അന്വേഷിക്കുന്നതിന്റെ ഭാഗമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഉടൻ സമൻസ് അയച്ചേക്കും. മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ S ശ്രീകുമാർ ഇന്ന് EDക്ക് മുന്നിൽ ഹാജരായി. ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ അന്വേഷണ സംഘത്തിനു മുന്നിൽ ഉണ്ണികൃഷ്ണൻ ഹാജരാകണമെന്നാണ് ജാമ്യ വ്യവസ്ഥ. തുടർന്നാണ് പോറ്റി ഈഞ്ചക്കൽ SIT ഓഫീസിലെത്തിയത്. മുഖ്യപ്രതികളിൽ ഒരാളായ മുരാരി ബാബുവും അന്വേഷണ സംഘത്തിനു മുന്നിൽ ഇന്ന് ഹാജരായി. അതേസമയം പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യം ലഭിക്കുന്നതിൽ വലിയ വിമർശനമാണ് ഉയരുന്നത്. സ്വർണ്ണക്കൊള്ളക്കേസിൽ അന്വേഷണം പരിപൂർണമായി അട്ടിമറിക്കപ്പെട്ടുവെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല ആരോപിച്ചു. ഓരോ പ്രതികളായി ഇനി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി CPMന്റെ 4 നേതാക്കന്മാരുടെ അവരായിരിക്കും ഇനിയും പുറത്തു വരാൻ പോകുന്നത്. അപ്പോൾ വളരെ ആസൂത്രിതമായിട്ടാണ് കുറ്റപത്രം കൊടുക്കാതിരിക്കുന്നത് എന്ന് നമ്മൾക്ക് ന്യായമായി സംശയിക്കേണ്ടി വരും. ഈ ശബരിമലയിലെ സ്വർണ്ണ കളവ് കേസ് അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളത്. എൻഫോഴ്സ് ഡയറക്ടറേറ്റ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഉടൻ സമൻസ് അയച്ചേക്കും. സാമ്പത്തിക ക്രമക്കേടുകൾ അന്വേഷിക്കുന്നതിന്റെ ഭാഗമായാണ് EDയുടെ ഇടപെടൽ. കേസിൽ പ്രതിയായ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ S ശ്രീകുമാർ ഇന്ന് EDക്ക് മുന്നിൽ ചോദ്യം ചെയ്യലിന് ഹാജരായി. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ED ചോദ്യം ചെയ്യുന്ന രണ്ടാമത്തെയാളാണ് S ശ്രീകുമാർ. പ്രതികൾ സ്വാഭാവിക ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങുന്ന സാഹചര്യത്തിൽ ഉടൻ കുറ്റപത്രം സമർപ്പിക്കാനാണ് SITയുടെ നീക്കം. ശാസ്ത്രീയ പരിശോധനാ ഫലം കൂടി ലഭിച്ചാൽ അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിക്കും. 24 തിരുവനന്തപുരം. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കേരളത്തിൽ രാഷ്ട്രീയ ജാഥകൾ സജീവമാവുകയാണ്. പ്രതിപക്ഷ നേതാവും അത്തരം പരിപാടികളിലൊക്കെ പങ്കെടുക്കുകയാണ്. ജാഥകൾക്ക് തുടക്കമാകുന്നു. നമ്മൾ അതുമായി ബന്ധപ്പെട്ട വാർത്തകളിലേക്ക്, ഒപ്പം തത്സമയ വിശദാംശത്തിലേക്ക് പോകും. വോട്ടുത്സവം. നമ്മുടെ പ്രതിനിധി ദീപക് ധർമ്മടം പ്രതിപക്ഷ നേതാവിനൊപ്പമുണ്ട്. തത്സമയം അതിലേക്ക്. അനുജ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ അദ്ദേഹത്തിൻ്റെ യാത്ര ഇന്ന് ആരംഭിക്കാൻ പോകുന്നതിന് മുൻപ് നമ്മളോടൊപ്പം ചേരുകയാണ്. സ്വാഗതം. ഏറ്റവും ആദ്യം പുതുയുഗ യാത്ര എന്നാണ് പേര് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഒരു യുഗം പുതിയത് പ്രതീക്ഷിക്കുകയാണ്. ഉറപ്പായിട്ടും ഒരു യുഗത്തിൻ്റെ അന്ത്യവും മറ്റൊരു യുഗത്തിൻ്റെ ആരംഭവുമാണ്. ഈ പുതുയുഗം പ്രതീക്ഷകളുടെയും പ്രത്യാശകളുടെയും പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെയും ഒരു യുഗമായി മാറണം. നമ്മുടെ കുഞ്ഞുങ്ങളുടെയും അവരുടെ കുഞ്ഞുങ്ങളുടെയും വരാനിരിക്കുന്ന തലമുറകൾക്കും പ്രതീക്ഷകൾ നൽകുന്ന, നമ്മുടെ കേരളത്തിൽ അവർക്ക് ആത്മവിശ്വാസത്തോടെ പ്രവർത്തിക്കാൻ കഴിയുന്ന നല്ല വിദ്യാഭ്യാസ പദ്ധതികളുള്ള, നിരവധി തൊഴിലവസരങ്ങളുള്ള, കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ മെച്ചപ്പെടുത്താൻ കഴിയുന്ന, മറ്റു രാജ്യങ്ങളിലെ പോലുള്ള നല്ല സോഷ്യൽ വെൽഫെയർ മെഷേഴ്സുള്ള നമ്മുടെ സ്വപ്നത്തിലെ ഒരു കേരളം സൃഷ്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള കഠിനാധ്വാനത്തിൻ്റെ തുടക്കമാണിത്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ചെയ്യുന്ന നമ്മുടെ ഗവേഷണ തുല്യമായ പ്രവർത്തനങ്ങളുടെ ഒരു പ്രതിഫലനം, അതിൻ്റെ പ്രചരണം കൂടിയാണ്. സാധാരണ ഒരു തെരഞ്ഞെടുപ്പിന് മുൻപായി പ്രതിപക്ഷം ഒരു യാത്ര നടത്തുമ്പോൾ ആ യാത്ര രാഷ്ട്രീയം മാത്രം പറഞ്ഞുകൊണ്ട് ഗവൺമെൻറ്റിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ളത് മാത്രമാണ്. ഇതിൽ സർക്കാരിനെതിരായ ആരോപണങ്ങൾക്കപ്പുറത്തേക്ക് എന്തുണ്ടാകുന്ന പ്രതീക്ഷ? ഇത് ഗവൺമെൻറ് എവിടെയെല്ലാമാണ് പരാജയപ്പെട്ടത്, എവിടെയെല്ലാമാണ് തകർന്നത്, അവിടെയെല്ലാം കൃത്യമായ പദ്ധതികളുമായി, പ്രഖ്യാപനങ്ങളല്ല, പ്രഖ്യാപനങ്ങൾ ആർക്ക് വേണമെങ്കിലും പ്രഖ്യാപിക്കുക, കൃത്യമായ പദ്ധതികൾ, അതിൻ്റെ ഡീറ്റെയിൽസ് ആ പദ്ധതികൾ പ്രഖ്യാപിക്കുമ്പോൾ നിങ്ങൾ ചോദിച്ചാൽ ഞങ്ങൾ പറഞ്ഞുതരാം. വളരെ വൈദഗ്ധ്യമുള്ള ആളുകൾ ചേർന്ന് തയ്യാറാക്കിയ വിഷൻ ഡോക്യുമെൻ്റുകളാണ്. അതിൻ്റെ പ്രായോഗികത, അതിൻ്റെ നിയമപരമായ വശം, അതിൻ്റെ സാമ്പത്തിക വശം എല്ലാം പരിശോധിച്ച് കേരളത്തിൽ അത് നടപ്പാക്കാൻ പറ്റും എന്ന് 100% ഉറപ്പുള്ള സ്വപ്നതുല്യ പദ്ധതികളാണ്. ഇതുവരെ കേരളത്തിൽ വരാത്ത തരത്തിലുള്ള പദ്ധതികളാണ്. കേരളത്തിൻ്റെ പ്രത്യേകതകളെ, സവിശേഷതകൾ, നമുക്ക് കുറേ അഡ്വാൻറ്റേജസ് ഉണ്ട്. ഈ സ്വപ്നതുല്യ പദ്ധതികളിൽ ഒരു 2-3 എണ്ണം ഇപ്പോൾ പറയാം.
ഒരെണ്ണം ഞാൻ പറഞ്ഞത് കേരളത്തിന് 600 കിലോമീറ്റർ ദൂരം തീരപ്രദേശമുണ്ട്, കടലാണ്. കേരളത്തിന് ഒരെണ്ണം പറയാം, കേരളത്തിന് 2 ഇൻ്റർനാഷണൽ സീ പോർട്ടുണ്ട്, ഒരു കണ്ടെയ്നർ ടെർമിനലുണ്ട്, 17 മിനി പോർട്ടുകളുണ്ട്. ഇതിനെ എല്ലാത്തിനെയും ഇൻ്റഗ്രേറ്റ് ചെയ്തുകൊണ്ടുള്ള കോസ്റ്റൽ ഷിപ്പിംഗ്, അത് ഞങ്ങൾ മാരിടൈം എക്സ്പേർട്സുമായിട്ട് ഷിപ്പിംഗ് എക്സ്പേർട്സുമായിട്ടുള്ള ചർച്ചകൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. കോൺക്രീറ്റ് പ്രോജക്റ്റാണ്. ആദ്യഘട്ടത്തിൽ ഈ മെറ്റീരിയൽസ് മുഴുവൻ അതിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക. അപ്പോൾ അത് റോഡിൽ കൂടി കൊണ്ടുപോകുന്നതിൻ്റെ 4/1 ചിലവേ വരുള്ളൂ. 1. 2, റോഡ് ഫ്രീ ആവും, കുറേ ഫ്രീ ആവും, പൊല്യൂഷൻ കുറയും, റോഡ് ഫ്രീ ആവും, അപകടങ്ങൾ കുറയും. 2ാം ഘട്ടത്തിൽ അത് ബാക്ക് വാട്ടർ, അതിനെ കൂടി കണക്ട് ചെയ്തുകൊണ്ടുള്ളൊരു ടൂറിസമായിട്ട് ഡെവലപ്പ് ചെയ്യും. 3ാമത്തെ ഫേസിൽ അതിനെ ക്രൂയിസ് ഷിപ്പിംഗ്, ഒരു ദിവസം കാസർഗോഡ് നിന്ന് യാത്ര തിരിച്ചാൽ കടലിലൂടെ, ഇപ്പോൾ നമ്മൾ യൂറോപ്പിൽ പോയിട്ട് ക്രൂയിസ് ഷിപ്പിംഗ് നടത്തണം, ഇത്രയും കടലുണ്ടായിട്ട് നമുക്ക് തിരുവനന്തപുരത്ത് അവസാനിക്കാം, അതിൻ്റെ ഇടയിൽ എവിടെ വേണമെങ്കിലും ഇറങ്ങാം, ആ സ്ഥലങ്ങൾ കാണാം, എല്ലാത്തിനെയും കണക്ട് ചെയ്തുകൊണ്ടുള്ളൊരു പ്രോജക്റ്റ്. ഇത് ഗവൺമെൻറ് ഫെസിലിറ്റേറ്റർ മാത്രമാണ്, പ്രൈവറ്റാണ്, പ്രൈവറ്റ് ചെയ്യും. പക്ഷേ ഗവൺമെൻറ് മുടക്കുന്ന PPP പദ്ധതികൾക്കാണ് കൂടുതലും. ഗവൺമെൻറ് കുറച്ച് പണം മുടക്കുക, അത് ഒരു 3 കൊല്ലത്തിനകം 3 കൊല്ലം കഴിയുമ്പോൾ തിരിച്ചു കിട്ടണം പണം. കാരണം നമ്മൾ ഇത് എക്കോണമി ഷൂട്ടപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടിയാണ്. സമ്പദ് വ്യവസ്ഥ ഈ നിലയിൽ നിന്നാൽ നമ്മൾ പിടിച്ചിരിക്കാൻ പറ്റില്ല. അപ്പം നമ്മുടെ വരുമാനം വർദ്ധിപ്പിക്കാനും നമ്മുടെ ഈ മണി സർക്കുലേഷൻ സ്റ്റേറ്റിലുണ്ടാകാനും വേണ്ടിയിട്ടാണ്, സർക്കുലാർ ഇക്കോണമിയാണ്. അതെല്ലാം ചെയ്തിട്ടുള്ള എല്ലാ വശങ്ങളും ചെയ്തിട്ടുള്ള ഒരു പ്ലാനാണ്. വലിയ മേജർ ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നുമില്ല. നമുക്കൊരു 10,000-3000 കോടി രൂപ ഒരു ദീർഘകാലത്തേക്ക് നിക്ഷേപിക്കാൻ ഉടനെ ഒന്നും ആവശ്യമില്ല. ഈ ഭരണം കിട്ടുമെന്ന് ഏറെക്കുറെ ഉറപ്പിച്ചാണ് ഈ പദ്ധതികൾ പോകുന്നത്. എത്ര സീറ്റ് കിട്ടുമെന്നാണ് VDയുടെ ഒരു പ്രതീക്ഷ? 5 വർഷം പ്രതിപക്ഷത്തെ നയിച്ച ഒരു അനുഭവ സമ്പത്തിൽ 100-ലധികം സീറ്റ് കിട്ടുമെന്ന 110 പിണറായി അവിടെ പറഞ്ഞിട്ടുണ്ട്. അല്ല, അത് പറഞ്ഞോട്ടെ, അത് അദ്ദേഹത്തിന് പറയാൻ. അദ്ദേഹത്തിന് ഞാൻ 100 എന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രിക്ക് 90 എന്ന് പറയാൻ പറ്റുമോ? അതെനിക്ക് അതിൽ കൗതുകമൊന്നുമില്ല. പക്ഷെ നിങ്ങളൊരു കാര്യം ആലോചിക്കണം, ഞങ്ങൾ പറഞ്ഞത് എവിടെയെങ്കിലും തെറ്റിയിട്ടുണ്ടോ? തൃക്കാക്കരയിൽ എനിക്ക് ചോദിച്ചാൽ ദീപക് തന്നെ എന്നോട് ചോദിച്ചെന്ന് എൻ്റെ ഓർമ്മ. ഞാൻ പറഞ്ഞു 20,000-നും 25,000-നും ഇടയിലെന്നാണ് പറഞ്ഞത്. 25,000-ൽ 25 വോട്ടാണ് കിട്ടിയത്. പുതുപ്പള്ളിയിൽ ചോദിച്ചു, അവർ സ്വപ്നതുല്യമായ ഭൂരിപക്ഷം എന്ന് പറഞ്ഞു. സ്വപ്നതുല്യം എന്താണെന്ന് വെച്ചാൽ ഉമ്മൻചാണ്ടിക്ക് ഏറ്റവും കൂടുതൽ കിട്ടിയത് 33,000-ആണ്. 35-ന് മീതെ പോകുമെന്ന് പറഞ്ഞു, 37 കിട്ടി. പാലക്കാട് 15 കിട്ടേണ്ടത്, പക്ഷേ CPM കുറേ കൂടെ കുഴപ്പവും വൃത്തിയേടും ഒക്കെ കാണിച്ചുകൊണ്ട് അത് അതിൻ്റെ മീതേക്ക് പോകുമെന്ന് പറഞ്ഞു. 18,000-ന് മീതെ പോയി. നിലമ്പൂർ 7% വോട്ടിൻ്റെ ഭൂരിപക്ഷം ഉണ്ടാവുമെന്ന് പറയും. 7% വെച്ചാൽ 12,000 വോട്ട്, 11,000 ജില്ലം കിട്ടി. പാർലമെന്റിൽ ചോദിച്ചപ്പോൾ പറഞ്ഞു 17 തൊട്ട് 19 വരെ പറഞ്ഞു, 18 കിട്ടി. കോൺഗ്രസിന് കണക്കുകൂട്ടൽ പിഴക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ CPM-ന്റെ കണക്കാണ് പിഴയ്ക്കാറ്. CPM തൃക്കാക്കര വരെ ജയിക്കുമെന്ന് പറഞ്ഞിരുന്നെന്ന്. നിങ്ങൾ ലോക്കൽ ബോഡി ഇലക്ഷൻ എന്താ പറഞ്ഞത്? 4 കോർപ്പറേഷൻ കിട്ടുമെന്ന് പറഞ്ഞു. 7 ജില്ലാ പഞ്ചായത്ത് ഉറപ്പെന്ന് പറഞ്ഞു. 8-9 കിട്ടാമെന്ന് പറഞ്ഞു. 8ാമത്തെ കാസർഗോഡ് പോയത് 1 സീറ്റിനാണ്. 9ാമത്തെ തിരുവനന്തപുരം പോയത് 2 സീറ്റിനാണ്. 7 കിട്ടി. 60% മുനിസിപ്പാലിറ്റി കിട്ടുമെന്ന് പറഞ്ഞു. 64 കിട്ടി. 55-ന് മീതെ പഞ്ചായത്ത് കിട്ടുമെന്ന് പറഞ്ഞു. 58 കിട്ടി. ഇപ്പോൾ ഇതാണ് കോൺഫിഡൻസ്. ഇതൊക്കെ പറയുമ്പം VD ഒരു മുഖ്യമന്ത്രി ആയതുപോലെയുള്ള ഒരു പ്രതീതി, ഒരു ആത്മവിശ്വാസം കാണുന്നുണ്ട്. അല്ല, കോൺഗ്രസിനൊരു മുഖ്യമന്ത്രി വന്നതുപോലെ എന്ന് പറഞ്ഞാൽ മതി, തിരുത്തി പറഞ്ഞാൽ മതി. അതിൻ്റെ ആരായിരിക്കും മുഖ്യമന്ത്രി? ആ ചോദ്യത്തിന്റെ കൊളുത്ത് എനിക്ക് മനസ്സിലായി. ഇല്ല, അത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ തീരുമാനിക്കും. കോൺഗ്രസ് പാർട്ടിക്ക് ഒരു കൺവെൻഷണൽ ആയിട്ടുള്ള ഒരു രീതി. പ്രതിപക്ഷത്തെ 5 വർഷം നയിച്ച, ഈ ഇത്രയും സീറ്റ് കിട്ടുമെന്ന അവസ്ഥയിലേക്ക് എത്തിച്ച, ഉപതെരഞ്ഞെടുപ്പുകളിൽ ജയിപ്പിച്ച പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിയാകേണ്ടതല്ലേ? അല്ല, അതൊക്കെ പാർട്ടിക്കൊരു സിസ്റ്റമുണ്ട്. പാർട്ടി തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അത് ഞങ്ങളോട് എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്. അത് കഴിയുമ്പോൾ പരമ്പരാഗതമായി കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ലീഡറെ തിരഞ്ഞെടുക്കുന്ന സിസ്റ്റമുണ്ട്. ആ സിസ്റ്റത്തിൽ ആൾ വരും. അതല്ല പ്രശ്നം. എല്ലാവരും ഒരുമിച്ച് ചേർന്ന് ഉജ്ജ്വലമായ തിളക്കമാർന്ന വിജയം ഉണ്ടാക്കുക. VDക്ക് മുൻപിൽ 2 വില്ലന്മാരുണ്ട്. 2 സാമുദായിക സംഘടനാ നേതാക്കളാണ്. അവർ 2 പേരും കടന്നാക്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. NSS ജനറൽ സെക്രട്ടറി, SNDP യോഗം ജനറൽ സെക്രട്ടറി, 2 പേരും. അതായത് വെള്ളാപ്പള്ളിയും സുകുമാരൻ നായരും. അത് ഈ മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തുന്നതിന് തടസ്സമാവുമോ? അല്ല, ഞാൻ അങ്ങനെയൊന്നുമല്ല അതിനെ കാണുന്നത്. വെള്ളാപ്പള്ളി നടേശനുമായിട്ട് ഉള്ള പ്രശ്നം എന്ന് പറയുന്നത്, അദ്ദേഹം വർഗീയത പറഞ്ഞപ്പോൾ വർഗീയത പറയരുതെന്ന് പറഞ്ഞു, ശക്തമായ നിലപാടെടുത്തു. അപ്പോൾ അദ്ദേഹം വളരെ മോശമായ പദപ്രയോഗങ്ങൾ നടത്തി. ഞാൻ അവർക്ക് 2 പേർക്കെതിരായിട്ടും മോശമായ ഒരു പദപ്രയോഗവും ഇതുവരെ നടത്തിയിട്ടില്ല.
ഇനി നടത്തുകയില്ല. കാരണം അവരുടെ പ്രായവും അവരിയ്ക്കുന്ന സാധനം. എനിക്ക് രണ്ടുപേരുടെ ഒരു വിരോധമില്ല. അവർക്ക് എന്നെ ഇഷ്ടമല്ലാത്ത അത് സെറ്റിൽ ചെയ്യാൻ ശ്രമിക്കാത്തത് എന്താ? അല്ല, അവർക്ക് എന്നെ ഇഷ്ടമല്ല, പിന്നെ എങ്ങനെയാണ് സെറ്റിൽ ചെയ്യണത്? അത് അങ്ങനത്തെ വിഷയമല്ലല്ലോ. അവരേതെങ്കിലും ഒരു വിഷയം പറഞ്ഞാൽ വർഗീയതയ്ക്കെതിരെ സംസാരിക്കരുത് എന്ന് പറഞ്ഞാൽ നമുക്ക് ഞാനിത് ചോദിക്കാൻ കാരണം കോൺഗ്രസിൽ സാധാരണ സാമുദായിക സംഘടനകളെ പിണക്കാത്തൊരു നയമാണ് ഇന്നോളം കണ്ടിട്ടുള്ളത്. മുഖ്യമന്ത്രി ആരാവണം എന്നതുപോലും സാമുദായിക സംഘടനകൾ ആവശ്യപ്പെടുന്ന ഒരു ഘട്ടത്തിൽ നിൽക്കുകയാണ് നമ്മൾ. അപ്പോൾ അതിനൊരു തടസ്സമായി ഇത് രണ്ട് ഘടകങ്ങൾ മാറും. അതല്ലല്ലോ നമ്മുടെ ലൈൻ. എന്താ? കേരളത്തിൽ വർഗീയതയെ കുഴിച്ചു മൂടണം. ഭൂരിപക്ഷ വർഗീയതയെയും ന്യൂനപക്ഷ വർഗീയതയെയും ഒരു തരത്തിലും പ്രോത്സാഹിപ്പിക്കില്ല. ആര് വർഗീയത പറഞ്ഞാലും അതിനെതിരായി ശബ്ദിക്കും. തെരഞ്ഞെടുപ്പിൽ ജയിക്കും, 100 സീറ്റിൽ കിട്ടും. തെരഞ്ഞെടുപ്പിൽ ജയിക്കുക എന്നുള്ളതിനേക്കാൾ പ്രധാനം വർഗീയതയെ കുഴിച്ചു മൂടുക. ഞാൻ എൻ്റെ നെഞ്ചിൽ നിന്നെടുത്ത, ഹൃദയത്തിൽ നിന്നെടുത്തുള്ള വാക്കുകളാണ് പറഞ്ഞത്. പിണറായി വിജയനും വി ഡി സതീശനും ഒക്കെ കുറച്ച് നാൾ കൂടി ഉണ്ടാവുള്ളൂ. ഓർമ്മയാവും, ചിലപ്പോൾ ഓർമ്മയെ പോലും ഉണ്ടാവില്ല. പക്ഷെ കേരളം ഉണ്ടാകണം, നമ്മുടെ മക്കളും കൊച്ചുമക്കളും ഉണ്ടാകണം. അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു കേരളമാണ്. നമ്മളൊന്നും ഒരു സ്ഥാനത്തിരിക്കുമ്പോൾ അത് തകർക്കാൻ ഒരു ശക്തിയെയും സമ്മതിക്കില്ല. അതിൻ്റെ മുമ്പിൽ ഒരു കോംപ്രമൈസും ഇല്ല. നോ കോംപ്രമൈസ്. അപ്പം താങ്കളുടെ തിരക്കിനിടയിലാണ് ഈ സമയം അനുവദിച്ചത്. വിശദമായ അഭിമുഖം പിന്നീടാവാം. അനുജ, വളരെ കൃത്യമായി തന്നെ വി ഡി സതീശൻ പറയുന്നത് 100 സീറ്റിൽ UDF അധികാരത്തിലേക്ക് തിരിച്ചു വരുമെന്നുള്ളതാണ്. മുഖ്യമന്ത്രി ആരെന്ന് പിന്നെ തീരുമാനിക്കുന്നുള്ളത്. താങ്ക് യു വി ഡി. പ്രതിപക്ഷ നേതാവ് നയിക്കുന്ന പൊതുയുഗ യാത്രയ്ക്ക് ഇന്ന് തുടക്കമാവുകയാണ്. കാസർഗോട്ട് നിന്നാണ് യാത്ര തുടങ്ങുന്നത്. അതിന് മുന്നോടിയായി വി ഡി സതീശൻ ദീപക് ധർമ്മടവുമായി സംസാരിക്കുകയായിരുന്നു. അടുത്ത വാർത്ത, ജോസ് കെ മാണി നേതൃത്വം നൽകുന്ന LDFന്റെ മധ്യമേഖലാ ജാഥയ്ക്ക് ഇന്ന് പത്തനംതിട്ടയിൽ തുടക്കമാകും. വൈകിട്ട് 3 മണിക്ക് ആറന്മുള നിയോജക മണ്ഡലത്തിൽ പര്യടനം മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. എല്ലാ അറേഞ്ച്മെൻറ്റ്സും നല്ല മനോഹരമായി ഫുൾ സ്വിങ്ങിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൈകോർത്ത് വളരെ ഗംഭീരമായി ഈ യാത്ര മുന്നോട്ട് പോകും. അതിന് യാതൊരു സംശയവുമില്ല. വളരെ പ്രധാനപ്പെട്ട ഒരു ജാഥയുടെ ക്യാപ്റ്റൻ എന്ന നിലയ്ക്ക് പൂർണ്ണമായും ഈ ജാഥയിൽ ഞാനുണ്ടാവും. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നയിക്കുന്ന വടക്കൻ മേഖലാ ജാഥ ഇന്ന് വയനാട് ജില്ലയിലെ പര്യടനം പൂർത്തീകരിച്ച് കോഴിക്കോട് ബാലുശ്ശേരിയിൽ സമാപിക്കും. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം നയിക്കുന്ന തെക്കൻ മേഖലാ വികസന മുന്നേറ്റ ജാഥയുടെ പര്യടനം തൃശൂർ ജില്ലയിലാണ്. ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട വാർത്ത വരുന്നത്, മണിയൻപിള്ള രാജുവിനെതിരായ വാഹനാപകട കേസിൽ പോലീസ് നടപടികളിൽ വീഴ്ചയുണ്ടായിട്ടുണ്ടോ എന്നുള്ളത് അന്വേഷിക്കും എന്നതാണ്. കമ്മീഷണർ K കാർത്തിക് DCPയെ അന്വേഷണത്തിന് ചുമതലപ്പെടുത്തിയിരിക്കുന്നു. രാത്രിയിൽ കസ്റ്റഡിയിൽ എടുത്തില്ല എന്നുള്ളതിലാണ് അവിടെ ഒരു വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്നതിൽ അന്വേഷണം നടക്കുന്നത്. അടുത്ത റിപ്പോർട്ടിലേക്ക്. സംസ്ഥാനത്ത് സർക്കാർ ഓഫീസുകളുടെ പ്രവൃത്തി ദിവസം 5 ആക്കുന്നത് സ്വാഗതം ചെയ്ത് സർവീസ് സംഘടനകൾ. നിലവിലെ അഭിപ്രായങ്ങൾ ക്രോഡീകരിച്ച് അജണ്ട നിശ്ചയിച്ച് മുഖ്യമന്ത്രിയെ കാര്യങ്ങൾ അറിയിക്കും. അന്തിമ തീരുമാനത്തിന് മുൻപ് ജീവനക്കാരുടെ സംഘടനകളുമായി ഒരു വട്ടം കൂടി ചർച്ച നടത്തും. നിർദ്ദേശം തെരഞ്ഞെടുപ്പ് സ്റ്റണ്ട് ആകരുതെന്ന് ചീഫ് സെക്രട്ടറി വിളിച്ച യോഗത്തിൽ കോൺഗ്രസ് അനുകൂല സർവീസ് സംഘടനകൾ പറഞ്ഞു. സർക്കാർ ഓഫീസുകളുടെ പ്രവൃത്തി ദിനം 5 ദിവസമാക്കുന്നതിനുള്ള നടപടികളുമായി സംസ്ഥാന സർക്കാർ മുന്നോട്ട്. ചീഫ് സെക്രട്ടറി വിളിച്ച യോഗത്തിൽ പ്രവൃത്തി ദിനം 5 ദിവസമാക്കുന്നതിനെ ജീവനക്കാരുടെ എല്ലാ സംഘടനകളും സ്വാഗതം ചെയ്തു. 7 മണിക്കൂറാണ് പ്രവൃത്തി സമയത്തിൽ കുറവുണ്ടാകുന്നത്. രാവിലെയും വൈകുന്നേരവും സമയം കൂട്ടി ഇത് പുനഃക്രമീകരിക്കാമെന്നാണ് ജീവനക്കാരുടെ സംഘടനകളുടെ നിർദ്ദേശം. ദിവസവും 1 മണിക്കൂർ കൂട്ടുക എന്ന നിർദ്ദേശം 15 കോൺഗ്രസ് അനുകൂല സംഘടനകൾ മുന്നോട്ട് വെച്ചു. 10:15 മുതൽ 5:15 വരെ എന്നതാണ് നിലവിലെ പ്രവർത്തന സമയം. രാവിലെ ഇത് 9:30 വൈകുന്നേരം 5:30 ചെയ്താൽ 1 മണിക്കൂർ അധികം ലഭിക്കുമെന്നാണ് നിർദ്ദേശം. കാഷ്വൽ ലീവ് അടക്കം അവകാശപ്പെട്ട ഒരവധിയും വെട്ടിക്കുറയ്ക്കുന്നതിനോട് യോജിപ്പില്ലെന്ന് ജീവനക്കാരുടെ സംഘടനകൾ യോഗത്തിൽ വ്യക്തമാക്കി. നിർദ്ദേശം തെരഞ്ഞെടുപ്പ് സ്റ്റണ്ട് ആകരുതെന്ന് കോൺഗ്രസ് അനുകൂല സംഘടനകൾ നിലപാടെടുത്തു. പൊതു അവധി ദിനങ്ങളിൽ നിന്ന് കുറയ്ക്കണോ എന്നത് സംബന്ധിച്ച് സർക്കാർ നിർദ്ദേശം വെച്ചാൽ പരിശോധിക്കാമെന്ന് NGO യൂണിയനും ജോയിന്റ് കൗൺസിലും ഉൾപ്പെടെയുള്ള സർവീസ് സംഘടനകൾ വ്യക്തമാക്കി. പ്രവൃത്തി ദിനം കുറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് ജീവനക്കാരുടെ സംഘടനകൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നറിയാനാണ് യോഗം വിളിച്ചതെന്ന് ചീഫ് സെക്രട്ടറി ഡോക്ടർ A ജയതിലക് ഓൺലൈനായി ചേർന്ന യോഗത്തിൽ പറഞ്ഞു. അലക്സ് റാം മുഹമ്മദ്, 24, തിരുവനന്തപുരം. സ്പോർട്സ് വാർത്തയിലേക്ക് കൂടി. അണ്ടർ-19 ലോകകപ്പ് ഫൈനലിൽ ഇംഗ്ലണ്ടിനെതിരെ മികച്ച സ്കോർ ലക്ഷ്യമിട്ടിറങ്ങിയ ഇന്ത്യക്ക് ആദ്യ വിക്കറ്റ് നഷ്ടം. 9 റൺസ് എടുത്ത ആരോൺ ജോർജിന്റെ വിക്കറ്റാണ് ഇന്ത്യക്ക് നഷ്ടമായത്. 6 ഓവറിൽ 33-1 എന്ന നിലയിലാണ് ഇന്ത്യ. 10ാം ഫൈനൽ കളിക്കുന്ന ഇന്ത്യയുടെ ലക്ഷ്യം 6ാം കിരീടമാണ്. 2ാം കപ്പാണ് ഇംഗ്ലണ്ടിന്റെ ലക്ഷ്യം. ഇതോടെ 1 PM ന്യൂസ് അവസാനിക്കുന്നു.